ഇപ്പോൾ മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നമുക്കൊപ്പം ചേരുകയാണ്. നമസ്കാരം. അദ്ദേഹം ടെലിഫോണിലാണ് ഉള്ളത്. യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ പുറത്തുവിടുന്ന ഒരു രേഖാപ്രകാരം യഥാർത്ഥത്തിൽ സംസ്ഥാന സർക്കാർ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ നടപടിയെടുക്കാതെ അടയിരിക്കുകയായിരുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഈ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തമസ്കരിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് ചെയ്യാവുന്ന എല്ലാ നടപടികളും എടുത്തു. എത്രയോ ദീർഘകാലമായി ഇതുപോലൊരു റിപ്പോർട്ട് ഗവൺമെന്റ് കയ്യിൽ വന്നിട്ട് അത് പൊടിയടിക്കുന്നതിന് വേണ്ടി അനുവദിക്കുകയാണ് ചെയ്തത്. IPCയുടെ പുതിയ നിബന്ധന അനുസരിച്ച്, പുതിയ അമെൻമെന്റ് അനുസരിച്ച് ഇതുപോലെ ഒരു കേസ് ഗവൺമെന്റിന് മുമ്പിൽ വന്നാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അത് പോലീസിന് കൊടുക്കുകയാണ്, അന്വേഷണം നടത്തുകയാണ്, നടപടിയായിട്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടത്. വ്യക്തികളുടെ കാര്യത്തിൽ പോലും ഇതാണ് സ്ഥിതി. അങ്ങനെ ഇരിക്കെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കയ്യിൽ കിട്ടിയിട്ടും അതിദീർഘകാലം ഗവൺമെന്റ് ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ റിപ്പോർട്ട് നടക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ നടപടികളും എടുത്തു എന്നുള്ളതിന് ഇതിനേക്കാൾ കൂടുതൽ ഒരു തെളിവിന്റെ ആവശ്യമേ ഇല്ല. ഗവൺമെന്റ് ഈ കാര്യത്തിൽ വളരെ തെറ്റായ പ്രവർത്തനമാണ് നടത്തിയത്. വളരെ വളരെ തെറ്റായ ഒരു നടപടിയാണ് എടുത്തത്. കാരണം ഗവൺമെന്റ് മുമ്പിൽ എത്തിയിരിക്കുന്ന റിപ്പോർട്ടിനകത്തെ കാര്യങ്ങൾ ഏറെക്കുറെ ജനങ്ങളുടെ മുമ്പിലുണ്ട്. അതിനകത്തെ പല കാര്യങ്ങളും അപമാനിക്കുന്ന രൂപത്തിലുള്ളതാണ്, സ്ത്രീത്വത്തെ ചോദ്യം ചെയ്യുന്ന രൂപത്തിലാണ്. അതിനൊക്കെ IPC വ്യവസ്ഥയനുസരിച്ച് 354 അനുസരിച്ച് യഥാർത്ഥത്തിൽ നടപടി എടുക്കുന്നതിന് വേണ്ടി ഗവൺമെന്റിന് ഉത്തരവാദിത്വമുണ്ട്. ഇതൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ് കിട്ടിയിരുന്നത് എങ്കിൽ വിത്തിൻ 24 hours അവർ FIR ഇട്ട് കേസെടുത്തേ മതിയാവും. ഇനി FIR എടുത്ത് കേസെടുക്കുന്നില്ലെങ്കിൽ ആ പോലീസ് ഉദ്യോഗസ്ഥനെ കൂടി പ്രതിയാക്കിക്കൊണ്ട് ഇതിന്റെ വാദിഭാഗത്തുള്ള ആളിന് മുന്നോട്ട് പോവുകയും ചെയ്യാൻ പറ്റും. ഇതാണ് നിയമവ്യവസ്ഥ നിലനിൽക്കുന്നത്. ഈ വ്യവസ്ഥ നിലനിൽക്കുമ്പോഴാണ് വളരെ ക്രിമിനൽ ഒഫൻസ് ആണ് ഗവൺമെന്റ് ചെയ്തത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, താങ്ക് യു ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ.